ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഒന്ന് വലിയ കുറവിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്രണ്ട് വെട്ടലിൻ്റെ കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെ അതുമ്പോൾ കിടക്കണേ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്താണ് നമുക്ക് വലിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം വന്നേക്കുന്നത്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഈ വേരിയേറ്റർ ബോഡി അതേപോലെ തന്നെ അതിൻ്റെ ബോസ് ഡ്രൈവ് ഈ വീലും ഈ വന്ന ബുഷും കംപ്ലൈൻറ്റാണ്. അപ്പോൾ അത് നമുക്കത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ റോളറിനൊന്നും വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഇല്ല. അതായത് തേമാനമുണ്ട്, ഇതുണ്ട്, വെട്ടി തേഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി നമുക്കിപ്പോൾ അത് മാറ്റണമെന്നില്ല. തൽക്കാലം തന്നെ സെറ്റ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഓരോ സർവീസിലും നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് സർവീസുമായി ബന്ധപ്പെട്ട് വരുമ്പോഴേ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പ്രശ്നം കാണുകയാണെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി. ഏകദേശം ഒരു 400 രൂപ 350-400 കൊടുത്ത് നമുക്ക് കോസ്റ്റ് വന്നതാണത്. തൽക്കാലം അതങ്ങനെ തന്നെ നിലനിർത്താം. പിന്നെ ബെൻഡെക്സ് യൂണിറ്റ് പിനിയൻ സ്റ്റാർട്ടർ എന്ന് പറയും, നിലവിൽ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഈ ക്ലച്ച് പുള്ളിയുടെ ബാക്കിലത്തെ ആ വീലുകൾ നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ പിന്നുകളൊക്കെ നല്ല തേമാനം വന്നിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് പുതിയ ബെൽറ്റ് കിടക്കണം. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ് കേട്ടോ. ഒരു അനക്കം പോലും പറ്റിയിട്ടില്ല. എനിക്കതിനിടയ്ക്കെപ്പോഴും നമ്മൾ മാറ്റിയേക്കണം. അത് തൽക്കാലം അത് തന്നെ മതി. ക്ലച്ചിനകത്ത് നമുക്ക് ഈ വീലും ഈ ബുഷാണ് മെയിനായിട്ട് ക്ലച്ചിനകത്ത് വന്നതാണ് കംപ്ലയിൻറ്റ്. പിന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വലിയുടെ പ്രശ്നം പറഞ്ഞതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, കാരണം അതിനകത്ത് ജെറ്റുകൾ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള കേസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടിയുടെ പൊല്യൂഷനും തീർന്ന് നിൽക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ വെഹിക്കിൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പൊല്യൂഷനൊക്കെ മുടങ്ങിയിട്ട് ഒരുപാടായതാണ്. അപ്പോൾ അതുകൂടിയും കൂട്ടത്തിൽ നമുക്ക് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കാർബറേറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വലിയുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് അഴിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യണം, നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് കേബിളിൻ്റെ ആണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അഴിച്ച കേബിൾ മാറ്റിയിടേണ്ടി വരും. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുക. ഇപ്പോൾ ഈ 2 ബ്രേക്ക് കേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. ഇവിടെ നേരെ ചുരുങ്ങി പോയേക്കാം. കാരണം വെച്ചാൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരണം. ഇവിടെ അത് നടക്കില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ ഔട്ടർ വലിഞ്ഞേക്കണമാണ് ആ പ്രശ്നം കാണിക്കാനുള്ള കാരണം. അപ്പോൾ അത് കൈയോടെ മാറ്റിയിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് വിചാരിക്കാനും പെട്ടെന്നൊക്കെ കയറി ജാമാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. തന്നെയല്ല വണ്ടി തള്ളണ സമയത്തൊക്കെ ടൈറ്റ് കാണിക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും കൈയോടെ മാറ്റിയിട്ടേക്കാം. അതൊരു സേഫ്റ്റിയുടെ കൂടി ഭാഗമുണ്ടോ, അത് ചേഞ്ച് ചെയ്തിട്ടുള്ളത് അത്യാവശ്യമാണ്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചാണ്. അതിൻ്റെ ഗ്രീൻ ബുഷൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, അത് പോയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കിൻ്റെ ബുഷിന് ഉള്ളിൽ തന്നെ കോളർ മാത്രം ചെറിയ തേമാനം കാണിക്കുന്നുണ്ട്. തൽക്കാലം കോളർ മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം, മാക്സിമം ഉപയോഗിക്കാം. പിന്നെ ബാറ്ററിയൊക്കെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2024 ബാറ്ററിയാണ്, പുതിയ ബാറ്ററി ഒന്നും ഇരിക്കണേ. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, എങ്കിൽ കൂടി നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. കംപ്ലയിൻസ് എന്തെങ്കിലും അറിയാനായിട്ട് ഓക്കെയാണ്. കംപ്ലയിൻ്റ് ഒന്നും വരില്ല, പക്ഷേ എങ്കിൽ കൂടി സർവീസിനത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ അതുകൂടി ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടാം, അത് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. പിന്നെയുള്ളത് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വന്ന പറയുന്നത്. അപ്പോൾ ജസ്റ്റ് റീപ്ലേസ് ചെയ്യേണ്ട ഭാഗങ്ങളൊന്ന് പറയാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ മാറുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ബുഷുകൾ, അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഒരു ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിൽ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴത്തേക്ക് നമ്മൾ ക്ലച്ചിലാണ് ആ വീലും ആ ബുഷും മാറ്റാം. ബാക്കിലത്തെ ആ പിന്നുകൾ, ഇതിൻ്റെ പിന്നുകൾ മാത്രം മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. പിന്നെ നമുക്ക് ഈ വലിയുടെ പ്രശ്നം നമുക്ക് പുറമേ നിന്ന് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേരിയേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഞ്ചിൻ കംപ്രഷൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. കരിയുടെ അളവൊക്കെ നോക്കേണ്ടി വരും. അതായത് കരി അതിൻ്റെ ഉള്ളിൽ കൂടുതലാണെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അത് ജസ്റ്റ് നോക്കാം. നമുക്കിതിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഓടട്ടെ. അതല്ലെങ്കിൽ നമുക്കൊന്ന് അഴിച്ച് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ.